ഞങ്ങൾ സ്കൈ ഡൈവ് ചെയ്തപ്പോൾ ഞങ്ങളുടെ 3 മക്കളെ ഞങ്ങൾ എവിടെ നിർത്തി എന്നുള്ളതായിരുന്നു ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ദിവസങ്ങളിൽ അനുഭവിച്ച ചോദ്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ഞങ്ങൾ പെർമിഷൻ എടുത്തത് ഞങ്ങളുടെ മക്കളുടെ അടുത്തു നിന്നാണ്. ഞങ്ങൾ സ്കൈ ഡൈവ് എന്താണെന്നുള്ളത് ആദ്യം തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരെ ഭാവിയിൽ സ്പേസ് ഡൈവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളുടെ വീഡിയോസ് ഉൾപ്പെടെ കാണിച്ചു കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ പെർമിഷൻ എടുത്തത്. അത് കാരണം കൊണ്ട് തന്നെ അവർ ഭയങ്കര ത്രില്ലിലായിരുന്നു ഞങ്ങൾ ഒരുക്കുന്നതിനകത്ത്, ഞങ്ങളുടെ ട്രെയിനിങ്ങിനകത്ത്. അതുപോലെ തന്നെ നാളെ അവർക്ക് സ്പേസ് ഡൈവ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ കിട്ടാനായിട്ട് എത്രയും പെട്ടെന്ന് 18 വയസ്സ് ആകണം എന്നുള്ളതിനകത്ത്. അങ്ങനെ അവരുടെ ത്രില്ല് അതിഭീകരമായിട്ട് ഞങ്ങൾക്കൊരു വല്ലാത്തൊരു എനർജി തന്നു. ഞങ്ങൾ ഫുള്ളി ട്രെയിനിങ്ങിൽ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഞങ്ങൾ പോകുമ്പോഴെല്ലാം വണ്ടിയിലേക്ക് അങ്ങനെ നോക്കിയിരുന്ന് ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തന്ന്, ഞങ്ങൾ പ്ലെയിനിൽ പറന്നു പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ടാറ്റയൊക്കെ തന്ന് അവരങ്ങനെ കാത്തിരുന്നു ഞങ്ങൾ ലാൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ സ്കൈ ഡൈവിങ് കഴിഞ്ഞ് ലാൻഡ് ചെയ്തപ്പോഴും അവർ അപ്പ അമ്മ എന്നൊക്കെ വിളിച്ച് അങ്ങനെ ഭയങ്കര ത്രില്ലിലായിരുന്നു. കാരണം ഈ സ്കൈ ഡൈവ് ഞങ്ങൾ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഭാവിയിൽ അവർക്ക് സ്പേസ് ഡൈവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നതായിരുന്നു അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ സ്കൈ ഡൈവ് ചെയ്തതിന് ഏറ്റവും കൂടുതൽ ത്രില്ലിങ്ങിൽ കണ്ടത് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ മക്കളായിരുന്നു. ഒരു കിടിലൻ ഇൻസ്ട്രക്ടറെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. സോ സ്കൈ ഡൈവ് ചെയ്യുന്ന സമയത്ത് മക്കളെ ഓർത്ത് നിങ്ങൾ ഒരിക്കലും കൺസേൺ ആകരുത്, അവരെയും കൂടെ കൂട്ടുക.